Hello, welcome to Sam's Kitchenette. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ പൊട്ടുകടല ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 3 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചതിന് ശേഷം ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ പൊട്ടുകടല ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മുളക് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 12 ചെറിയ ഉള്ളി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണിത്. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന മുളക് ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 3 തൊട്ട് 4 മിനിറ്റ് വരെ തിളപ്പിക്കാം. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള 2 ചട്നിയും തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി മുളക് ചട്നിയിൽ മുക്കി കഴിക്കുന്നതിൻ്റെ ആ രുചി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് പൊട്ടുകടല ചട്നിയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.